ഇപ്പോൾ ശ്രീ പി ജെ വിൻസെന്റ് ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ പി ജെ വിൻസെന്റ്, ഇറാന്റെ ഒരു വലിയ നഷ്ടം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ പ്രശാന്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിക്കുകയായിരുന്നു. ഹെലികോപ്റ്ററുകൾ ഒരു കാലപ്പഴക്കം വന്നവ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അടക്കം ഇറാൻ നേരിടുന്നതിനെക്കുറിച്ച്, ഈ അപകടത്തെക്കുറിച്ച് താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്, ശ്രീ പി ജെ വിൻസെന്റ്? തികച്ചും സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത് സംബന്ധിച്ചിടത്തോളം ഇറാനുമായി വളരെ പ്രധാനപ്പെട്ട, സുപ്രധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കരാറിൽ നമ്മൾ ഒപ്പിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണത്തിന് വിധേയമാവുന്നത്. നമുക്ക് ചബഹാർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2016 ചബഹാർ തുറമുഖ വികസന കരാറുകൾ ചർച്ച ആരംഭിച്ചു. 2018 നടപ്പാക്കിയ വർഷം തോറും പുതുക്കി വരുന്ന ഒരു കരാറായിരുന്നു. പാകിസ്ഥാനിൽ ഉദാർ തുറമുഖം ചൈന വികസിപ്പിച്ചുകൊണ്ട് ശരിക്കും ഗൾഫ് മേഖലയുമായിട്ടുള്ള ഇന്ത്യയുടെ കണക്ടിവിറ്റി ഏറെക്കുറെ തടയുന്ന രൂപത്തിൽ അവർക്ക് തന്ത്രപരമായി ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ചബഹാർ തുറമുഖം പ്രസക്തമാവുന്നത്. ചബഹാർ വഴി ഇറാനിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് റഷ്യ വരെ നീളുന്ന ഒരു നോർത്ത് സൗത്ത് പാതയുടെ കേന്ദ്രമായിട്ടാണ് അത് വർത്തിക്കുക. അത് റെയിൽ നെറ്റ്വർക്കിലൂടെയും റോഡ് നെറ്റ്വർക്കിലൂടെയും. അപ്പൊ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറില് ഒപ്പിടാൻ സാധിച്ചത് ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ഇബ്രാഹിം റൈസിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടലുകളും വലിയ പ്രാധാന്യം വഹിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണത്തിൽ ഒരു പക്ഷേ നമുക്ക് അതീവ ദുഃഖം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീർച്ചയായും താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ചബഹാർ തുറമുഖ കരാർ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും പാകിസ്ഥാൻ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ചരക്ക് കടത്തിനുള്ള ഒരു പുതിയ വഴി തുറന്നിട്ട ശേഷമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടമുണ്ടായ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്ക ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. ഉപരോധം ഏർപ്പെടുത്തും, കരാർ ഉണ്ടാക്കുന്ന രാജ്യത്തിന്മേൽ ഉപരോധം ഏർപ്പെടുത്തും എന്നൊക്കെ അമേരിക്ക ഭീഷണി മുഴക്കുമെങ്കിലും അതിനെയൊക്കെ വകവയ്ക്കാതെ ഇന്ത്യ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തന്ത്രപ്രധാനമായ ബന്ധത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അപകടം അത് നൽകുന്ന ഒരു സൂചന എന്താണ്? പ്രത്യേകിച്ചും ഇറാൻ ഉൾപ്പെടുന്ന മേഖല, ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിനിടയിൽ ഒരു യുദ്ധോന്മുഖമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടുമുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം ഗസ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ 1978 ഈജിപ്തുമായിട്ടുള്ള കരാറിനെ തുടർന്ന് അറബ് ഇസ്രായേലി യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു. കാരണം ഇസ്രായേൽ സൈന്യവും മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സൈന്യവും തമ്മിൽ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പക്ഷേ പിന്നീട് യാഥാർത്ഥ്യമായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴാണ്. സിറിയയിലുള്ള ഇറാന്റെ എംബസി ബോംബിട്ട് തകർത്തതിന് പ്രതികാര നടപടിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇപ്പൊ റൈസിയുടെ ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം 2021 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 63% വോട്ട് നേടി അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം വെസ്റ്റ് ഏഷ്യയിൽ ഒരു ഷിയ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിറിയ എന്ന രാജ്യം, അവിടെ ഷിയ ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. സിറിയയിൽ ബാഷർ അൽ അസദിന്റെ ഇറാഖ് ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അതുപോലെ ഹിസ്ബുള്ള, ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന മിലീഷ്യ, അതുപോലെ യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൂത്തികൾ, ഇങ്ങനെയുള്ള നിരവധി ഷിയ അനുകൂല സംഘങ്ങളെ ചേർത്ത് ഒരു വലിയ നെറ്റ്വർക്ക് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു ഹാർട്ട് ലൈനറാണ്. പണ്ട് സോവിയറ്റ് യൂണിയനൊക്കെ ചെയ്തപോലെ വിപ്ലവത്തെ കയറ്റി അയക്കുക എന്നത് എല്ലാ അർത്ഥത്തിലും ഈ ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റി അയക്കുന്ന തലത്തിലേക്ക് ഇറാന്റെ വിദേശ നയത്തെ റീഫാഷൻ ചെയ്തത് റൈസിയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, മേഖലയിലെ വൻശക്തി രാഷ്ട്രങ്ങൾ, നമുക്ക് ഏറ്റവും ശക്തിയുമായി അവിടെ ഇടപെടുന്ന പാശ്ചാത്യ ചേരിയും അമേരിക്കയും മാറ്റി നിർത്തിയാൽ റഷ്യയും ഇന്ത്യയും ചൈനയുമാണ്. ഇതിൽ റഷ്യയുമായിട്ട് അവർ സഖ്യ സമാനമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു.
ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് റഷ്യയാണ്. അവരെ ഇറാനിയൻ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പല മേഖലയിലും ഉക്രൈൻ യുദ്ധത്തില് റഷ്യ ആക്രമണം നടത്തുന്നത്. അങ്ങനെ ഒരു സൈനിക സഖ്യത്തിന്റെ തലത്തോളം എത്തി നിൽക്കുന്ന ഇറാൻ റഷ്യ ബന്ധങ്ങൾ അവർക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചൈനയുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ സമ്പൂർണമായ പാശ്ചാത്യ ഉപരോധം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് ഒരു സൈനികമായ ആക്രമണം ആംഗ്ലോ US ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ഘട്ടം, അതിനുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുമായിട്ടും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ അവരുടെ സ്വാധീനം കൂടുതൽ വിപുലമാക്കാൻ റെയ്സിക്ക് കഴിഞ്ഞു. അദ്ദേഹം ഒരു ഹാർഡ് ലൈനറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാനിൽ 1979 വിപ്ലവത്തിന് ശേഷം അവിടുത്തെ ക്ലെറിക്സ്, അവിടുത്തെ ഈ മതപണ്ഡിതർക്ക് പുറത്ത് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏറ്റവും വലിയ സ്വാധീനം നേടിയെടുത്ത ഇദ്ദേഹമാണ്. അദ്ദേഹം അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം മതപണ്ഡിതനാണ്, നിയമജ്ഞനാണ്, നയതന്ത്രജ്ഞനാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അലി ഖമൈനിക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട, ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു നേതാവാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ PJ വിൻസെന്റ് ഈ ഘട്ടത്തിൽ അങ്ങ് കൃത്യമായി വിലയിരുത്തിയതുപോലെ. ഖമനേയിയുടെ പിൻഗാമിയാകും എന്ന് കരുതിയിരുന്ന ആളാണ് ഇറാൻ പ്രസിഡന്റ്. ഇപ്പോൾ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണ്. ഇറാൻ റെഡ് ക്രസന്റ് ചെയർമാൻ കോഹ്ലി വാൻഡിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അപകടത്തിൽ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ, ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലേക് റഹ്മദി, തബ്രിസ് ഇമാം മുഹമ്മദ് അലി അൽ ഹസം, പൈലറ്റ്, സഹപൈലറ്റ്, ക്രൂ ചീഫ്, സുരക്ഷാ മേധാവി, ബോഡി ഗാർഡ് എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നമുക്ക്